Good morning, children. എല്ലാവരും എഴുന്നേറ്റേ. എല്ലാവരും ഹെഡ് റൊട്ടേറ്റ് ചെയ്തേ. ഹെഡ് റൊട്ടേറ്റ്. വെരി ഗുഡ്. ഇന്നലെ നമ്മൾ ഏത് അക്ഷരമാ പഠിച്ചത്? നാ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഇന്ന് ഒരാളെ പരിചയപ്പെടാൻ പോവാ. ഇതാണ് നമ്മുടെ താറാവ്. എല്ലാരും താറാവിനെ കണ്ടിട്ടില്ലേ? താറാവ് എങ്ങനെയാ നടക്കുന്നത്? എല്ലാരും എഴുന്നേറ്റേ. താറാവ് ഇങ്ങനെ കുണുങ്ങി കാണിച്ചേ. കുണുങ്ങിയാ നടക്കുന്നത്. നമ്മുടെ താറാവിന്റെ ചങ്ങാതിയായ തത്തമ്മയെ കാണാൻ പോവുകയാണ്. പാടവരമ്പത്തുള്ള ഒരു തെങ്ങിന്റെ പൊത്തിലാണ് നമ്മുടെ തത്തമ്മ താമസിക്കുന്നത്. തത്തമ്മയെ കാണാൻ വേണ്ടി നമുക്ക് താറാവിന്റെ കൂടെ പോയാലോ? എല്ലാരും വന്നേ, കുണുങ്ങി വന്നേ. പോകുന്നു ഞാൻ പാടവരമ്പത്ത് പോകുന്നു ഞാൻ ചങ്ങാതിയെ കാണാൻ പോകുന്നു ഞാൻ എൻ തത്തമ്മ പെണ്ണിനെ കാണുവാനായി. അപ്പോഴവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തില് നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുക. നമ്മുടെ താറാവ് വിചാരിച്ചു ഒരു താമരപ്പൂവിനെ എടുത്ത് നമ്മുടെ തത്തമ്മയ്ക്ക് സമ്മാനിക്കാമെന്ന്. അങ്ങനെ താറാവ് ഒരു താമരപ്പൂ ഇങ്ങനെ കൊത്തിയെടുത്തു. എന്നിട്ട് അതും കൊണ്ട് വീണ്ടും കുണുങ്ങി നടക്കുക. വാ നമുക്ക് താറാവിന്റെ കൂടെ പോവാം. പോകുന്നു ഞാൻ പാടവരമ്പത്ത് പോകുന്നു ഞാൻ ചങ്ങാതിയെ കാണാൻ പോകുന്നു ഞാൻ താമരയുമായി പോകുന്നു ഞാൻ എൻ തത്തമ്മ പെണ്ണിനെ കാണുവാനായി. അപ്പൊ നമ്മുടെ താറ വഴിയിൽ ഒരു ചന്തയിലെത്തി. ചന്തയില് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? ചന്തയിൽ ഒരു പച്ചക്കറി കടയും കണ്ടു, ഒരു ഫ്രൂട്ട്സ് കടയും കണ്ടു. അപ്പൊ നമ്മുടെ താറാവ് വിചാരിച്ചു നമ്മുടെ തത്തമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാന്ന്. തത്തമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് അറിയാമോ? തണ്ണിമത്തനായിരുന്നു. അങ്ങനെ നമ്മുടെ താറാവ് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഒരു തണ്ണിമത്തൻ വാങ്ങി. പിന്നെ നോക്കിയപ്പോ പച്ചക്കറി കടയിൽ നല്ല തുടുത്ത ചുവന്ന തക്കാളി ഇരിക്കുന്നു. അങ്ങനെ താറാവ് തത്തമ്മയ്ക്ക് പച്ചക്കറി കടയിൽ നിന്ന് തക്കാളിയും വാങ്ങി. അങ്ങനെ തക്കാളിയും തണ്ണിമത്തനും താമരപ്പൂവൊക്കെ ആയിട്ട് താറാവ് വേഗത്തിൽ ഇങ്ങനെ കുണുങ്ങി നടക്കുക. നമുക്ക് പോവാം. പോകുന്നു ഞാൻ പാടവരമ്പത്തു പോകുന്നു ഞാൻ ചങ്ങാതിയെ കാണാൻ പോകുന്നു ഞാൻ താമരയുമായി പോകുന്നു ഞാൻ തക്കാളിയുമായി പോകുന്നു ഞാൻ തണ്ണിമത്തനുമായി പോകുന്നു ഞാൻ എൻ തത്തമ്മ പെണ്ണിനെ കാണുവാനായി. അങ്ങനെ പാടവരമ്പത്തുള്ള തത്തമ്മയുടെ തെങ്ങിന്റെ താഴെ വന്ന് താറാവ് നിന്ന് തത്തമ്മേന്ന് വിളിച്ചു. അപ്പോഴെ നമ്മുടെ തത്ത ഇങ്ങനെ പറന്നു വന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. രണ്ടുപേർക്ക് സന്തോഷമായി. താറാവ് കയ്യിലുണ്ടായിരുന്ന താമരയും തണ്ണിമത്തനും തക്കാളിയും ഒക്കെ തത്തമ്മയ്ക്ക് കൊടുത്തു. തത്തമ്മ നന്ദി പറഞ്ഞു. രണ്ടുപേരും കുറേ നേരം അവിടെ സംസാരിച്ച് കളിച്ചു നിന്നു. എല്ലാവർക്കും കഥ ഇഷ്ടായില്ലേ? അപ്പോഴേ നമ്മൾ ആരെയൊക്കെ കണ്ടത് പറഞ്ഞേ? നമ്മുടെ ആദ്യത്തെ നമ്മുടെ കഥാനായകൻ ആരാ? താറാവ്. കഥാനായകൻ താറാവ് ആരെ കാണാൻ പോയത്? പറഞ്ഞേ, ആരെ കാണാനാ പോയേ? താറാവിന്റെ ചങ്ങാതിയുടെ പേരെന്താ? തത്ത. താറാവ് തത്തയ്ക്ക് ഏത് പൂവാ പറിച്ചു കൊടുത്തേ? പറഞ്ഞേ, ഏത് പൂവാ? താമര. നോക്കിക്കേ, താറാവ്, തത്ത, താമര. താറാവ്, തത്ത, താമര. ഈ വാക്കുകളിൽ ഒരേപോലെ കേൾക്കുന്ന ഒരു ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? താറാവ്, തത്ത, താമര. ഏത് ശബ്ദമാണ്? താറാവ്, തത്ത, താമര. നോക്കിക്കേ, താറാവ്, തത്ത, താമര. നിങ്ങൾ കാണട്ടെ താഴെ. താഴെ നോക്കിക്കേ. ഇതാണ് താറാവ്, തത്ത, താമര. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണ്ടേ അറിയാവോ? ഇങ്ങനെ പിടിച്ചേ ദിലീപ്. നമുക്ക് ആദ്യം എയറിൽ എഴുതി നോക്കാം. ആദ്യം ഒരു റാ എഴുതണം. എന്നിട്ട് അകത്തോട്ട് ഇങ്ങനെ ചുറ്റി വീണ്ടും ഒരു റാ. ഞാൻ ബോർഡിൽ എഴുതി കാണിച്ചു തരട്ടെ. നോക്കിക്കേ. ഈ 2 ലൈൻ തൊട്ട് എഴുതണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു റാ ഇങ്ങനെ എഴുതി അവിടെ നിന്ന് ചുറ്റി വീണ്ടും ഒരു റാ. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഞാനൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. എടുത്തേ, തുറന്നേ. ഞാനിങ്ങനെ അതിൽ ഡോട്ട്സ് ഉണ്ട്. ആ ഡോട്ടിലൂടെ നിങ്ങൾ എഴുതി നോക്കണം. എങ്ങനെ എഴുതും? ആദ്യം ഇങ്ങനെ ഒരു റാ, പിന്നെ കറങ്ങി വീണ്ടും ഒരു റാ. എഴുതി നോക്കാവോ? എഴുതി നോക്കിക്കേ, വേഗം എഴുതിക്കേ. പറഞ്ഞു എഴുതണം. ത ത ത
പറഞ്ഞെഴുതിക്കേ. ആ വെരി ഗുഡ്. ആ സ്പീഡായിട്ട് എഴുതിക്കോ. കഴിഞ്ഞോ? ഇത്ര പെട്ടെന്നോ? ആ നല്ല മക്കളാണല്ലോ. ശരി മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടായോ? താറാവിനെ തത്തമ്മയ്ക്ക് ഇഷ്ടായോ? താറാവിനൊരു ബായ് പറഞ്ഞേ. ആ അപ്പൊ നമുക്ക് നാളെ പുതിയ ലെസണുമായിട്ട് പുതിയ അക്ഷരമായിട്ട് വരാം. ഓക്കെ, അപ്പൊ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ടേക്ക് കെയർ. ബൈ ബൈ.